മോളുടെ നീണ്ടൊരു വിളി കേട്ടപ്പോഴാട്ടോ ഞാൻ പോയി നോക്കിയത്. രാവിലെ ദോശയ്ക്ക് വേണ്ടി അരച്ച് വെച്ച മാവാണ്. പാത്രം മുഴുവൻ കവിഞ്ഞൊഴുകിയിട്ടുണ്ട്. എന്ത് പറ്റിയതാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഒരു നല്ല കൗതുക കാഴ്ചയായിരുന്നു. പിന്നെ ഇന്നത്തെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു 1 kg ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. നമ്മൾ കേക്കിൻ്റെ ടോപ്പിലേക്ക് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ടൂൾ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ കേക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഒരു വളഞ്ഞിട്ടുള്ളൊക്കെ ലൈൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പീസുകൾ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കാരണം ഹാഫ് പോർഷൻ മാത്രം അങ്ങനെ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഈ കേക്കിന് ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതൊരു ന്യൂ ഇയർ കേക്കാണ് കേട്ടോ. മാർച്ച് മാസത്തിൽ എന്താ ന്യൂ ഇയർ എന്ന് ചോദിക്കില്ലേ? ഇതേ ചോദ്യം ഞാൻ എൻ്റെ കസ്റ്റമറിനോടും ചോദിച്ചു കേട്ടോ. അപ്പോൾ ആളുടെ ഓഫീസിൽ കുറച്ച് കർണാടകക്കാരും കുറച്ച് തമിഴന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഹാപ്പി ന്യൂ ഇയർ ആണ് അത്ര ഇന്ന്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് അവർ ഓർഡർ ചെയ്തത്. അതിനൊരു സ്പെഷ്യൽ ഡേക്ക് അവർ പറയുന്ന പേരാണ് ഉഗണ്ടി എന്ന്. അപ്പം എന്നോട് ആദ്യം ഹാപ്പി ന്യൂ ഇയർ എന്ന് റൈറ്റിംഗ് കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു വേണ്ട, ഹാപ്പി ഉഗണ്ടി 2026 എന്ന് മതിയെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് നോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടോപ്പിലായിട്ട് ചെറിയ സപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ബോർഡർ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.